വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. 2029 രാജ്യം മറ്റൊരു നിർണായക ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് BJP. കോക്രോച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന യുവാക്കളുടെ കൂട്ടായ്മയിലേക്ക് ഈ രാജ്യത്തെ ജൻസികൾ ഒഴുകിയെത്തിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ നേടാൻ ദിവസങ്ങൾക്കുള്ളിൽ സാധിച്ച പാർട്ടി തൊട്ടു പിന്നാലെ മോദി മന്ത്രിസഭയെ തന്നെ പിളർത്തിയിരിക്കുകയാണ്. ഇതോടെ 3 വർഷങ്ങൾക്കപ്പുറം എത്തുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഭാവി എന്ന ചിന്ത BJPയെ അലട്ടുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി BJP കെട്ടിപ്പടുത്ത ഡിജിറ്റൽ ആധിപത്യത്തെയും കോടിക്കണക്കിന് രൂപയുടെ ITL വ്യവസ്ഥയുമാണ് CJP പൊളിച്ചെടുക്കുന്നത്. ദേശീയതയും വൈകാരിക വിഷയങ്ങളും മുൻനിർത്തിയുള്ള ഭരണപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ആഖ്യാനങ്ങളെ തൊഴിലില്ലായ്മയുടെയും സിസ്റ്റമാറ്റിക്കായ അഴിമതിയുടെയും കണക്കുകൾ നിരത്തിയാണ് CJP നേരിടുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി NDA സർക്കാരിനേറ്റ സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രഹരമാണ്. ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് തുടങ്ങിയ ഹിന്ദി ഹൃദയഭൂമികളിൽ BJPയുടെ നിർണായക വോട്ട് ബാങ്കായ യുവാക്കൾക്കിടയിൽ സർക്കാരിന്റെ വിശ്വാസ്യത തകർന്നുവെന്ന് ഈ രാജി അടിവരയിടുന്നുണ്ട്. PM KS ഫണ്ടിലെ സുതാര്യതയില്ലായ്മയും ചോദ്യപേപ്പർ ചോർച്ചയും CJP സജീവ ചർച്ചയാക്കുന്നത് NDAയുടെ പ്രതിച്ഛായയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഈ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ BJP നന്നേ വിയർക്കേണ്ടി വരും. ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ഇന്ത്യ സഖ്യം കണക്കുകൂട്ടുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയം പ്രധാനമായും ജാതിമതം, പ്രാദേശികവാദം എന്നിവയെ ചുറ്റിപ്പറ്റിയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ CJP പ്രതിനിധീകരിക്കുന്നത് ഇതിൽ നിന്ന് മാറിയുള്ള നീക്കുപോക്കിനെയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ ഇരകളായ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം ഉറപ്പാക്കാനും വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ പിൻവലിക്കാനും സർക്കാരിനെ നിർബന്ധിതരാക്കിയ ഇവരുടെ ഇടപെടൽ യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് നേടിയെടുത്തിരിക്കുന്നത്. ജാതിമത സമവാക്യങ്ങൾക്കതീതമായി വോട്ട് ചെയ്യുന്ന ഒരു കൂട്ടം വോട്ടർമാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ഈ അടിസ്ഥാന നയങ്ങൾക്ക് സാധിച്ചാൽ 2029 BJP സർക്കാർ എന്നേക്കുമായി നിലംപതിക്കും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം പതിവ് സമരങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന പ്രധാനമന്ത്രി ഡിയർ ഫ്രണ്ട് എന്ന അഭിസംബോധനയോടെ കളം പിടിക്കാൻ ശ്രമിച്ചത്. 2029 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ CJPയുടെ രാഷ്ട്രീയ നിലപാട് നിർണായകമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പകരം തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ സുതാര്യത, തൊഴിൽ വികസനം, വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ എന്നീ തങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു മുന്നണിക്ക് മാത്രം പിന്തുണ പ്രഖ്യാപിക്കുകയോ കർശനമായ ഉപാധികളോടെ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രഷർ ഗ്രൂപ്പായി നിലകൊള്ളുകയോ ചെയ്യാം. മെട്രോ നഗരങ്ങളിലും ചെറുകിട നഗരങ്ങളിലെയും വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിൽ അവർ ഇതിനോടകം തന്നെ ശക്തമായ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു. 2029 ഈ മണ്ഡലങ്ങളിലെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് ഈ യുവമുന്നേറ്റമായിരിക്കും. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു മുന്നണി മാറ്റത്തിനപ്പുറം അഴിമതിരഹിതമായ ഭരണ സംവിധാനം, തൊഴിൽ, സുതാര്യമായ വിദ്യാഭ്യാസം എന്നിവ സുപ്രധാന അജണ്ടയായി മാറും. ഇതോടെ 1.5 പതിറ്റാണ്ട് നീളുന്ന BJP സർക്കാരിനും മോദിക്കും വലിയ തിരിച്ചടി ജൻസിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. EVMൽ തട്ടിപ്പ് നടത്തി ജയിക്കാനുള്ള നീക്കം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ EVM രഹിത തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിനു വേണ്ടിയായിരിക്കും ഇനി കോക്രോച്ച് പാർട്ടി തെരുവിലിറങ്ങുന്നത്.